നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. സത്യവാന് ശരീരം വിട്ടുപോയതിന് ശേഷം ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടുന്ന ശക്തി അങ്ങനെ ചെയ്യുന്നതായ മരണാനന്തര ക്രിയകൾ കൊണ്ട് ലഭിക്കും. അതെല്ലാം നീ ചെയ്തു കൊള്ളുക. അതിന് കാലം വൈകിച്ചു കളയരുത്. നീ ചെയ്യേണ്ടതെന്തോ അതൊക്കെ ഇപ്പോൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഭർത്താവിന് വേണ്ടിയിട്ട് നീ വേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കൃതം ഭർത്തു സ്വയാനൃണ്യം. ഭർത്താവിന് വേണ്ടിയിട്ട് ഒരു ഭാര്യ എന്നുള്ള നിലയിൽ അനുഷ്ഠിക്കേണ്ട സർവകർമ്മങ്ങളും നീ ചെയ്തു. നീ ഭർത്താവിനെ ഇത്രയും കാലം ശുശ്രൂഷിച്ചു. ഭർത്താവ് കാനനത്തിലേക്ക് വന്നപ്പോഴേക്കും നീ ഭർത്താവിനോടൊപ്പം വന്നു, എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ നീ എല്ലാം ഭർത്താവിന് വേണ്ടി ചെയ്യേണ്ട സേവനങ്ങളെല്ലാം ചെയ്തു. അതെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ പേരിൽ നിനക്ക് കടമില്ല. ഋണങ്ങളോടൊപ്പമാണ് മനുഷ്യൻ ജനിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഋണങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണിത്. ഭർത്താവിനോടുള്ളതായ ധർമ്മം, ഋണം, ഭാര്യയോടുള്ളതായ ഋണം, ഇങ്ങനെ പോകുന്നു. അത് ഭർത്താവിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതൊക്കെ നീ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആ കടത്തിൽ നീ വിമുക്തയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്നോടൊപ്പം വരാൻ പാടില്ല. നീ ഇതാ പരിധി വിട്ടിട്ട് എന്നോടൊപ്പം വരികയാണ്. ഇതിൽ കൂടുതൽ ഭർത്താവിൻ്റെ പിന്നാലെ നീ വരാൻ പാടില്ല. നിന്റെ ഭർത്താവ് എൻ്റെ കയ്യിലിരിക്കുന്ന പാശത്തിൽ കുരുങ്ങി നിൽക്കുന്നു. ഇതിനപ്പുറം നീ വരാൻ പാടില്ല. അതിനാൽ നീ തിരിച്ചു പോയിക്കൊള്ളുക. യമന്റെ വാക്കുകൾ വളരെയേറെ അർത്ഥവത്താണ്, യുക്തിസഹമാണ്. പക്ഷേ ആ യുക്തിയിലൊന്നും ഭർത്താവിനോട് അത്രയേറെ പ്രിയമുള്ളവളായ സാവിത്രിയെ തടഞ്ഞു നിർത്താനാവില്ല. സാവിത്രി ഉടനെ തന്നെ മറുപടി പറഞ്ഞു. എത്രമേ നീയതേ ഭർത്ത സ്വയം വാ എത്ര ഗച്ഛതി മയാച തത്ര ഗന്തവ്യം യേശധർമ്മ സനാതന. സനാതനമായിരിക്കുന്ന എന്നും നിലനിൽക്കുന്നതായിട്ടുള്ള കാലത്താൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തതായ ധർമ്മത്തെ ഉദ്ധരിച്ചുകൊണ്ട് സാവിത്രി പറയാണ്. സാവിത്രിയുടെ ഒരു താൽക്കാലികമായ മാനസികാവസ്ഥയല്ലത്. ശാസ്ത്രം നന്നായിട്ട് സാവിത്രി അഭ്യസിച്ചിരിക്കുന്നു. അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇതാണ് സനാതനമായിട്ടുള്ള ധർമ്മം, ഭാര്യയുടെ ധർമ്മം. ഭർത്താവ് എങ്ങോട്ടാണ് പോകുന്നത്, അതെങ്ങോട്ടൊന്നും ചോദ്യമൊന്നുമില്ല. ഭർത്താവിനോടൊപ്പം ഭർത്താവിനെ പിന്തുടർന്ന് അതേ ദിശയിലേക്ക് തന്നെ പോവുക. അതല്ല ഭർത്താവിനെ വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ, ഇപ്പോൾ അതാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഭർത്താവായിരിക്കുന്ന സത്യവാനെ യമധർമ്മൻ വന്ന് പിടിച്ചു കെട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ ഭർത്താവിനെ ആരെങ്കിലും പിടിച്ചു കെട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ അപ്പോഴും ഭർത്താവിനെ അനുഗമിക്കുക. എവിടെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ കണ്ട് എവിടേക്ക് കൊണ്ടുപോയാലും അവിടേക്ക് തന്നെ ചെല്ലുക. അതൊരു ഭാര്യയുടെ അധികാരമാണ്. അതൊരു ഭാര്യയുടെ, പത്നിയുടെ ധർമ്മമാണ്. മയാച തത്ര ഗന്തവ്യം, അവിടെ ഞാൻ ചെല്ലുക തന്നെ വേണം. അതിനാൽ അല്ലയോ ദേവ, അങ്ങ് എന്നോട് തിരിച്ചു പോകാനായിട്ട് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. തപസ ഗുരുഭക്തിയാച ഭർത്തു സ്നേഹാദ് വ്രതേന ച തവജൈവ പ്രസാദേന നമേ പ്രതിഹതാഗതി. എൻ്റെ ഈ യാത്ര, അങ്ങേ പിന്തുടർന്നുകൊണ്ടുള്ളതായി ഈ യാത്ര ഒരിക്കലും തടസ്സപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ തപസ്സിൻ്റെ ബലം അതെനിക്ക് കൂടെയുണ്ട്. അതേപോലെ തന്നെ ഗുരുഭക്തി ഏറ്റവും വലിയ തപസ്സാണത്. ആ ഗുരുഭക്തി എനിക്കുണ്ട്. മാതാവും പിതാവും അതേപോലെ ശിശുരനും ശ്വശ്രവും, ഭർത്താവിൻ്റെ അച്ഛനും ഭർത്താവിൻ്റെ അമ്മയും
ശുശ്രനും ശ്വശ്രവും, അതേപോലെ വിദ്യ അഭ്യസിപ്പിച്ചവരായ ഗുരുജനങ്ങളും, അവരെല്ലാം ഗുരുക്കന്മാരാണ്. പഞ്ചഗുരുക്കന്മാരെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മോട് നന്നായി പറയും. അങ്ങനെയുള്ളതായ ഗുരുക്കളുടെ പാദങ്ങളിൽ, ഗുരുക്കന്മാരുടെ പാദങ്ങളിൽ മനസ്സ് പൂർണ്ണമായും അർപ്പിച്ച് അവരുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഗുരുഭക്തിയാണ്. ആ ഗുരുഭക്തിയുടെ ബലം കൊണ്ടും, അതേപോലെ തന്നെ ഭർത്താവിന് എന്നോടുള്ള സ്നേഹം കൊണ്ടും, എനിക്ക് ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ടും, ഭർത്താവ് അനുഷ്ഠിച്ചതായ വ്രതങ്ങളുടെ ബലത്തിലും, അല്ലയോ ദേവ തവ ചൈവ പ്രസാദേന, അങ്ങയുടെ പ്രസാദത്താലും അങ്ങയുടെ അനുഗ്രഹത്താലും എന്നെ തടയാനാവില്ല. ഞാൻ ഒരിക്കലും തളരുകയുമില്ല. ഞാൻ അങ്ങയോടൊപ്പം വരും. എൻ്റെ ഭർത്താവിനെ അങ്ങ് കൊണ്ടുപോകുന്നു, ഞാൻ അങ്ങയോടൊപ്പം വരും. എന്നിട്ട് അടുത്ത ഒരു കാര്യം കൂടി സാവിത്രി കാലനോട് പറയാണ്, അങ്ങ് എനിക്ക് മിത്രമാണ്. ദേവൻ 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 എന്ന് ഇതുവരെ സാവിത്രി സംബോധന ചെയ്തു. ആ ദേവൻ മിത്രമാണ്, കൂട്ടുകാരൻ കൂടിയാണ് എന്ന് ധർമ്മശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ട് സാവിത്രി പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അത് വലിയൊരു സ്വാതന്ത്ര്യമാണ്. അത്രയ്ക്കുള്ളതായ അറിവും ധൈര്യവും സാവിത്രിക്കുണ്ട്. സാവിത്രി പറയുന്നു, പ്രാഹു സാപ്തപദം മൈത്രം ബുധ തത്വാർത്ഥദർശിന. തത്വാർത്ഥം, പരമമായ സത്യം, ജീവിതത്തിൻ്റെ രഹസ്യം നന്നായി അറിഞ്ഞിട്ടുള്ളവരായ ബുധന്മാർ, അറിവുള്ള ആളുകൾ പണ്ടേ തന്നെ പറഞ്ഞിട്ടുണ്ട്, 7 ചുവടുകൾ ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ അത് മൈത്രിക്ക് കാരണമാണ് എന്ന്, മിത്രതയ്ക്ക് കാരണമാണ് എന്ന്. അതാണ് സാപ്തപദീനം എന്ന് പറയും. 7 ചുവടുകൾ ഒരുമിച്ച് നടക്കുക. വിവാഹത്തിലെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണത് സപ്തപദീനം. അതിനാണ് വധുവിൻ്റെ കരത്തെ വരൻ്റെ കരത്തിൽ വധുവിൻ്റെ പിതാവ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ കരം ഗ്രഹിച്ചുകൊണ്ട്, വധുവിൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് വരൻ ആ വധുവിനെയും കൂട്ടി കതിർമണ്ഡപത്തിന് ചുറ്റും നടക്കും. 7 ചുവട് ഏറ്റവും കുറഞ്ഞത്, അത് കഴിഞ്ഞ് എത്ര ചുവട് വേണമെങ്കിലും ആകാം. അതാണ് സപ്തപദീനം. അപ്പോഴാണ് വിവാഹം എന്നുള്ളതായ കർമ്മം പൂർണ്ണമായി തീരുക. ഇതേപോലെ 7 വാക്കുകൾ പരസ്പരം സംസാരിച്ചാലും മൈത്രിയാണ്. അപരിചിതരായ 2 ആളുകൾ ഏതെങ്കിലും കാരണവശാൽ ഒരിടത്ത് വെച്ച് കണ്ടു, അവർ ഒരുമിച്ച് 7 ചുവടുകൾ നടന്നാൽ അവർ മിത്രങ്ങളാണ്. അവർ പരസ്പരം 7 വാക്കുകൾ സംസാരിച്ചാൽ അവർ മിത്രങ്ങളാണ്. ഇത് ഭാരതീയ പാരമ്പര്യമാണ്. ഭാരതീയ ധർമ്മശാസ്ത്രം നമ്മോട് വിളിച്ചു പറയുന്നതാണ്. സാവിത്രിക്ക് അത് നന്നായി അറിയാം. സാവിത്രി പറഞ്ഞു, ഇപ്പോൾ എത്രയോ ചുവടുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു, 7 ചുവട് നടന്നാൽ തന്നെ മിത്രമായി തീരും. അതിനാൽ അങ്ങ് എനിക്ക് മിത്രമാണ്, കൂട്ടുകാരനാണ്, സുഹൃത്താണ്. മിത്രതാം ച പുരസ്കൃത്യ കിഞ്ചിത് ഭക്ഷ്യാമി തച്ഛൃണു. അങ്ങ് എനിക്ക് സുഹൃത്തായതുകൊണ്ട് ആ ഒരു ബലത്തിൽ ഞാൻ ചില കാര്യങ്ങൾ അങ്ങയോട് പറയാൻ ആഗ്രഹിക്കുന്നു. അല്ലയോ ദേവ, അങ്ങ് ശ്രദ്ധയോടുകൂടിയിട്ട് എൻ്റെ വാക്കുകളെ കേട്ടാലും. ന അനാത്മവന്തസ്തുവനെ ചരന്തി ധർമ്മം ച വാസം ച പരിശ്രമം ച. അല്ലയോ ദേവ, ഇന്ദ്രിയങ്ങളിൽ പൂർണ്ണ നിയന്ത്രണമില്ലാത്ത ആളുകൾക്ക് കാട്ടിൽ വസിച്ചു കഴിഞ്ഞാൽ ധർമാചരണം നടത്താനാവില്ല. ധർമാചരണം നടത്തണം എന്നുണ്ടെങ്കിൽ, ധർമ്മം ആചരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ പുറത്ത് പൂർണ്ണ നിയന്ത്രണം വേണം. അന്തരിന്ദ്രിയമായിരിക്കുന്ന മനസ്സിൻ്റെ പുറത്തും പൂർണ്ണ നിയന്ത്രണം വേണം. യമനിയമാദികൾ നമ്മുടെ എല്ലാ അനുഷ്ഠാനങ്ങളുടെയും അടിസ്ഥാന സാധനയായിട്ട് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 8 അംഗങ്ങളോടുകൂടിയതാണല്ലോ യോഗസാധന. അതിൽ ആദ്യത്തെ 2 അംഗങ്ങൾ യമവും നിയമവുമാണ്. അത് ഇന്ദ്രിയങ്ങളെയും അന്തരിന്ദ്രിയമായ മനസ്സിനെയും
പരിപൂർണമായിട്ടും ശാന്തമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, നിയന്ത്രണത്തിന് കീഴിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ കാനനത്തിൻ്റെ ഉള്ളിൽ പാർക്കുമ്പോൾ ഋഷിമാർക്ക് ചേരുന്നതായ തപസ്സിൻ്റേതായ ധർമ്മം അനുഷ്ഠിക്കാൻ പറ്റൂ, പാലിക്കാൻ പറ്റൂ. എന്ന് മാത്രമല്ല, ഗുരുകുല സമ്പ്രദായത്തിൽ വേദാംഗാദികളെയെല്ലാം പഠിക്കാനായി അത്തരക്കാർക്കേ സാധിക്കൂ. എന്ന് മാത്രമല്ല, യമനിയമങ്ങൾ നേടി ഇന്ദ്രിയ നിഗ്രഹം നേടിയ ആളുകൾക്കാണ് സാത്വികമായിട്ട് ലോകനന്മയ്ക്ക് ഉതകുന്നതായിട്ടുള്ള ധാർമ്മിക കർമ്മങ്ങൾ ചെയ്യാനായി സാധിക്കുള്ളൂ. ധർമ്മം ആരും നേടേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ അനുഗ്രഹമാണ് എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. തസ്മാത് സന്തോ ധർമ്മമാഹു പ്രധാനം. അതിനാൽ സജ്ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടുള്ളത് ധർമ്മമാണ് എന്ന്. അല്ലയോ ദേവ, ഞാൻ അങ്ങ് മിത്രമാണ് എന്നുള്ള സ്വാതന്ത്ര്യത്താൽ എൻ്റെ ധർമ്മം എന്താണ് എന്ന് അങ്ങേ പറഞ്ഞു കേൾപ്പിച്ചു. എൻ്റെ ഭർത്താവിനെ പിന്തുടരുക എന്നുള്ളത് തന്നെയാണ്, അതാണ് പ്രധാനം. ആ ധർമ്മം എനിക്ക് ആചരിക്കാൻ കഴിയുന്നത് ഈ പ്രകാരത്തിലുള്ള തപസ്സിൻ്റെ അനുശീലനം എനിക്കുള്ളത് കൊണ്ടാണ്. ധർമ്മത്തെ വെടിയാൻ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഒരിക്കലും ധർമ്മത്തെ ഉപേക്ഷിക്കില്ല. അതിനാൽ ഞാൻ മടങ്ങിപ്പോവുകയുമില്ല. എൻ്റെ ഭർത്താവിനോടുകൂടി മാത്രമേ ഞാൻ ആശ്രമത്തിലേക്ക് മടങ്ങുകയുള്ളൂ. യമധർമ്മൻ യുക്തിപൂർണമായിരിക്കുന്ന, ശാസ്ത്ര സമ്പൂർണമായിരിക്കുന്ന ആ വാക്കുകൾ, സാവിത്രിയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. വേഗത്തിൽ നടക്കുകയാണ് അദ്ദേഹം. നടത്തയ്ക്കൊരു കുറവും വരുത്തിയിട്ടില്ല. സാവിത്രിയും അതേ വേഗത്തിൽ നടക്കുകയാണ്. ആ വേഗതയിലുള്ള യാത്രക്കിടക്കാണ് ഈ സംഭാഷണം. യമൻ അത് കേട്ടിട്ട് സാവിത്രിയുടെ ആ ധർമ്മനിഷ്ഠ, അതിലുള്ളതായ ആ ധീരത അത് കേട്ടിട്ട് യമന് വളരെ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, നിവർത്ത തുഷ്ടോസ്മി തവാനയാകിര. അല്ലയോ സാവിത്രി, നിന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ഞാൻ വളരെയേറെ സന്തുഷ്ടനായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നീ തിരിച്ചു പോവുക. നിവർത്ത എന്ന് തന്നെ ആദ്യമേ പറയുകയാണ് അദ്ദേഹം. നീ തിരിച്ചു പോവൂ. നിന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ഞാൻ വളരെയേറെ സന്തോഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ വാക്കുകളുടെ പ്രത്യേകതകളും യമൻ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. സ്വരാക്ഷര വ്യഞ്ജന ഹേതുയുക്തയ, അവരുടെ ഉച്ചാരണത്തിൻ്റെ പ്രത്യേകതയും ആ വാക്കുകളെ വാക്യങ്ങൾക്കുള്ളിൽ അടുക്കുന്നതിൻ്റെ പ്രത്യേകതയും എല്ലാം വളരെയേറെ ശ്രദ്ധിച്ചു യമൻ. അങ്ങനെ സ്വരങ്ങളെയും അക്ഷരങ്ങളെയും വാക്കുകളെയും വാക്യങ്ങളെയും കൃത്യമായി തെറ്റുകൂടാതെ നിബന്ധിക്കുന്നതിനുള്ളതായ നിന്റെ സാമർഥ്യം അത് ഈ വാക്കുകളിൽ കൂടി, ഈ വാക്യങ്ങളിൽ കൂടി ഞാൻ കേട്ടു. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള വാക്യങ്ങൾ പകർന്നു തരുന്നത് കൃത്യമായിട്ടുള്ള അർത്ഥത്തെയാണ്. ആ അർത്ഥം എന്തുകൊണ്ട് നീ ഇങ്ങനെ സത്യവാനെ പിന്തുടരുന്നു എന്നതിൻ്റെ കാരണത്തെ ധർമ്മശാസ്ത്രത്തിൻ്റെ ബലത്തിൽ വ്യക്തമാക്കി തരുന്നതാണ്. അങ്ങനെയുള്ളതായ ഈ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് നിന്നിൽ വളരെയേറെ സന്തോഷമുണ്ടാകുന്നു. ഇങ്ങനെയുള്ള പെൺകുട്ടിയായ നിന്നെ ഞാൻ അനുഗ്രഹിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കുന്നു. വരം വൃണീഷ്വ ഇഹ. നീ ഇവിടെ ഒരു വരം ചോദിച്ചുകൊള്ളൂ. നിനക്കിഷ്ടമുള്ള വരം ചോദിക്കാം. ഒന്ന് മാത്രമേ ചോദിക്കാൻ പറ്റാതുള്ളൂ.